നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ലാസ്റ്റ് വീഡിയോയിൽ സ്വിംഗ് ട്രേഡിങ്ങിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. ഈ വീഡിയോയിൽ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ചാണ് സംസാരിക്കാനായിട്ട് പോകുന്നത്. എന്താണ് ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ്? ചുരുങ്ങിയത് ഒരു വർഷത്തിന് മുകളിലുള്ള കാലയളവിലേക്ക് വേണ്ടി, അത് 2 വർഷമാകാം, 3 വർഷമാകാം, 5 വർഷമാകാം, 10 ആകാം, 15 ആകാം, അത്രയും വർഷത്തേക്ക് വേണ്ടി ഉദ്ദേശിച്ചുകൊണ്ട് ഒരാൾ നടത്തുന്ന ഇൻവെസ്റ്റ്മെന്റിനെയാണ് ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. കൃത്യമായിട്ട് ലിഖിതമായ നിയമങ്ങളൊന്നുമില്ല കേട്ടോ. 5 വർഷത്തേക്കുള്ളതും 10 വർഷത്തേക്കുള്ളതും അങ്ങനെയാണ് എന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും ഒരാൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, ഒരു കമ്പനി, ആ കമ്പനിയുടെ ഷെയർ, ആ ഷെയറിന്റെ വില മുകളിലേക്ക് കയറുകയും അങ്ങനെ അതിന്റെ ഗുണം ഈ ഷെയർ ഹോൾഡർക്ക് ലഭിക്കുകയും ചെയ്യും എന്ന പ്രതീക്ഷയിലാണ് ഒരാൾ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക്, ഷെയർ മാർക്കറ്റിലേക്ക് ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടി വരുന്നത്. ഉദാഹരണത്തിന് റിലയൻസ്, അദാനി പോലെയുള്ള ധാരാളം നല്ല കമ്പനികൾ ഉള്ളത് നമുക്കറിയാം. ഈ കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ആ കമ്പനിയുടെ വളർച്ചയ്ക്കൊപ്പം തന്നെ വളരാൻ ഒരു സാധാരണക്കാരന് സാധിക്കും എന്നുള്ളതാണ് ഇൻവെസ്റ്റ്മെന്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. മാത്രമല്ല, ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന ഒരു വ്യക്തി ആ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയായി മാറുന്നു എന്നൊരു യാഥാർത്ഥ്യം കൂടി ഉണ്ട് എന്ന് മനസ്സിലാക്കുക. ഉദാഹരണത്തിന് ഇൻഫോസിസ് എന്ന് പറയുന്ന ഒരു കമ്പനി, ആ കമ്പനി വളരെ നന്നായിട്ട് പ്രവർത്തിക്കുന്ന IT സെക്ടറിൽ ഒരു കമ്പനിയാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ കമ്പനിയെ പോലെ ഒരു കമ്പനി കെട്ടിപ്പടുക്കുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായ ഒരു കാര്യമാണ് താനും. എന്നാൽ ഒരാൾക്ക് ഇൻഫോസിസ് എന്ന് പറയുന്ന കമ്പനിയുടെ വളർച്ചയിൽ പങ്കുചേരണമെങ്കിൽ ചെയ്യാവുന്ന ഒന്ന് എന്ന് പറയുന്നത് ഇൻഫോസിസിന്റെ ഓഹരി ഷെയർ വാങ്ങിവെക്കുക എന്നുള്ളതാണ്. അത് 5, 10, 15, 20 വർഷത്തേക്ക് വാങ്ങിവെക്കുമ്പോഴുള്ള മെച്ചത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഇത് ഇൻഫോസിസിനെ കുറിച്ച് മാത്രമല്ല, ഏത് ഷെയർ ആണെങ്കിലും ഇതൊക്കെ തന്നെയാണ് സംഭവിക്കുക. ഒന്ന്, ഭാവിയിൽ ആ കമ്പനി വളർന്നു വലുതാകുമ്പോൾ, കൂടുതൽ മെച്ചപ്പെടുമ്പോൾ, ഇംപ്രവൈസ് ചെയ്യുന്ന സമയത്ത് അതിന്റെ ഷെയർ പ്രൈസ് മുകളിലേക്ക് പോകും. ഉദാഹരണത്തിന് ഞാൻ വാങ്ങിയത്, എക്സാമ്പിളാണ്, 1000 രൂപയ്ക്കാണെങ്കിൽ ചിലപ്പോൾ 2-3 വർഷം കഴിയുമ്പോൾ അതിന്റെ വില 1200 ആയിട്ടുണ്ടെങ്കിൽ എനിക്ക് 200 രൂപ ഒരു ഷെയറിൽ ലാഭമുണ്ടായി. അതിന് നമ്മൾ വിളിക്കുന്ന പേര് ക്യാപിറ്റൽ അപ്രീസിയേഷൻ എന്നാണ്. അപ്പോൾ ഒരു മനുഷ്യൻ ലോങ് ടേമിലേക്ക് വേണ്ടി ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ക്യാപിറ്റൽ അപ്രീസിയേഷൻ നേടുക എന്നുള്ളതാണ്. 2, നല്ല കമ്പനികൾ അവരുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് ഓരോ വർഷമൊക്കെ നല്ല ലാഭം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ആ ലാഭത്തിന്റെ ഒരു വിഹിതം ഷെയർ ഹോൾഡേഴ്സിന് വീതം വെച്ച് കൊടുക്കാറുണ്ട്. അങ്ങനെ വീതം വെച്ച് കൊടുക്കുന്നതിന് വിളിക്കുന്ന പേര് ഡിവിഡൻഡ് എന്നാണ്. അപ്പോൾ ഒരു ലോങ് ടേം ഇൻവെസ്റ്റർക്ക് അദ്ദേഹത്തിന്റെ കയ്യിൽ ആ കമ്പനിയുടെ ഷെയർ ഉണ്ടെങ്കിൽ, ആ കമ്പനി ലാഭവീതം പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിൽ ആ ലാഭത്തിന്റെ ഒരു വിഹിതം ഷെയറിനനുസരിച്ച് അദ്ദേഹത്തിന് കിട്ടാനായിട്ട് സാധ്യതയുണ്ട് എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട മെച്ചം. മൂന്നാമത്തെ ഒരു മെച്ചം എന്ന് പറയുന്നത്, ചില കമ്പനികൾ അവർ കമ്പനിയുടെ വളർച്ചയുടെ ഘട്ടത്തിൽ ബോണസ് ഷെയറുകൾ കൊടുക്കാറുണ്ട്. അതായത് ഇത്ര ഷെയർ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ കമ്പനി ഇത്ര ഷെയർ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരാം. ഉദാഹരണത്തിന് 1:1 എന്ന് പറഞ്ഞാൽ കസ്റ്റമറുടെ കയ്യിൽ ഒരു ഷെയർ ഉണ്ടെങ്കിൽ കമ്പനി ഒരു ഷെയർ ഫ്രീ ആയിട്ട് കൊടുക്കും. ചെറിയ കാര്യമല്ല, ഫ്രീ ആയിട്ട് കൊടുക്കും. അപ്പൊ അങ്ങനെ സ്പ്ലിറ്റിംഗ് എന്ന് പറയുന്ന ഇതിന് സമാനമായ മറ്റൊരു പ്രവർത്തനമുണ്ട്. അപ്പൊ ഇങ്ങനെ സ്പ്ലിറ്റിംഗ്, ബോണസ്, ഡിവിഡൻഡ്, ക്യാപിറ്റൽ അപ്രീസിയേഷൻ എന്നീ 4 കാര്യങ്ങളുടെ മെച്ചം കിട്ടാൻ വേണ്ടിയാണ് ഒരാൾ ഷെയർ മാർക്കറ്റിൽ, സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക. സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെയധികം സമയമെടുത്ത് പഠിച്ച് ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ്. കാരണം നമ്മൾ ആ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് തുല്യമാണ്. അതെൻ്റെ കമ്പനിയാണെന്ന് നമുക്ക് പറയാൻ പറ്റും ടെക്നിക്കലി. കാരണം ഞാൻ അതിൻ്റെ ഷെയർ ഓൺ ചെയ്യുന്നുണ്ടെങ്കിൽ, സ്വന്തമാക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ഷെയർ ഹോൾഡറാണ്. ചെറിയ കാര്യമല്ല. അത് ഞാൻ ലോങ് ടൈമിലേക്ക് വെക്കുമ്പോൾ ആ കമ്പനി വളരാൻ സാധ്യതയുണ്ടോ, കമ്പനിയുടെ മാനേജ്മെന്റ് ആരൊക്കെയാണ്, കമ്പനിയുടെ ബിസിനസ് എങ്ങനെയാണ്, കമ്പനിക്ക് ലാഭം ഉണ്ടാകാൻ സാധ്യതയുണ്ടോ എന്നീ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരു പ്രാഥമികമായ ധാരണ ഉണ്ടാകണം. കുറച്ച് ഡീപ്പിൽ പഠിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെയുള്ളവർക്ക് പറഞ്ഞിട്ടുള്ളതാണ് ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നവർ ഡിപ്പെൻഡ് ചെയ്യേണ്ടത് ഫണ്ടമെന്റൽ അനാലിസിസിനെയാണ്. നേരത്തെ ഞാൻ സ്വിംഗ് ട്രേഡിൽ പറഞ്ഞത് ടെക്നിക്കൽ അനാലിസിസ് ആണെങ്കിൽ, ഇവിടെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യേണ്ടത് ഫണ്ടമെന്റൽ അനാലിസിസിനെയാണ്. കൂടുതലൊന്നും ആ വിഷയത്തെക്കുറിച്ച് ഇപ്പോൾ സംസാരിക്കുന്നില്ല. രാജ്യത്തെ ശക്തിപ്പെടുത്താവുന്ന ഏറ്റവും മികച്ച ഒരു മോഡൽ കൂടിയാണ് ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. ഈ പറയുന്ന ഇൻട്രാഡേയിലും, സ്വിംഗിലും, ലോങ് ടേമിലും
ട്രേഡ് ചെയ്തുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയിലും ഒക്കെ ശക്തിപ്പെടുത്താനായിട്ട് മെച്ചപ്പെടുത്താനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. തീർച്ചയായും അത് രാജ്യത്തെ ശക്തിപ്പെടുത്താൻ വേണ്ടി മാത്രമല്ല, നമ്മളുടെ ജീവിതത്തെ കുറെ കൂടി മെച്ചപ്പെട്ടതാക്കാനും സഹായിക്കും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ മേഖലയിലേക്ക് കടന്നു വരിക, നമ്മുടേതായ കോൺട്രിബ്യൂഷൻസ് കൊടുക്കുക, പഠിക്കുക, മനസ്സിലാക്കുക. ഒപ്പം തന്നെ ഒരു ചെറിയ വാക്ക്, ഞാൻ ഇപ്പോൾ ഇത് പഠിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി നടത്തുന്ന ക്ലാസ് ആണെങ്കിൽ പോലും വിഷയങ്ങളാണെങ്കിൽ കൂടി ഇതിന് പുറമെ എല്ലാ ദിവസവും നമ്മൾ ചെറിയ ഷോർട്ട് വീഡിയോസ് തയ്യാറാക്കുന്നുണ്ട്. അതിൻ്റെ ഉദ്ദേശം ഓൾറെഡി മാർക്കറ്റിലുള്ള ട്രേഡ് ചെയ്യുന്ന ആളുകൾക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും സെൻസെക്സിന്റെയും ലെവലുകൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് കണ്ട് മനസ്സിലാക്കുക. മുഴുവനൊന്നും മനസ്സിലായിട്ടില്ലെങ്കിൽ പോലും അത് എന്താണെന്ന് പതിയെ നോക്കി മനസ്സിലാക്കാനും അതിൻ്റെ ഗുണഭോക്താവാനും നിങ്ങളെ ക്ഷണിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ സപ്പോർട്ടിനും പ്രത്യേകം നന്ദി. താങ്ക് യു ഓൾ. താങ്ക് യു വെരി മച്ച്.